ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല പൊരിച്ച കോഴി ബിരിയാണിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് കിച്ചണിൽ കയറി തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഈസി ആൻഡ് ടേസ്റ്റി ബിരിയാണി റെഡിയാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ എന്താ ചിക്കനൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് നോക്കിയിട്ട് ഇടുക കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ കൂടി മിക്സ് ആക്കിയതിന് ശേഷം ആ ചിക്കനിലേക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, അതുപോലെ തന്നെ കല്യാണ സീസണുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് അടുക്കളയിൽ കയറുന്ന കുട്ടികളും ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഓരൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ചിക്കനൊക്കെ നല്ല മസാല തേച്ച് പിടിപ്പിച്ചപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്നും ഇട്ടില്ലാലോ എന്നുള്ള ഓർമ്മ വന്നപ്പം അതും കൂടി തേച്ച് പിടിപ്പിച്ച് ചിക്കൻ ഒന്ന് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനൊരു 5 ഉള്ളി, വലിയ ഉള്ളി 5 എണ്ണം ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പകുതി ഫ്രൈ ആക്കി എടുക്കാം. നമ്മളിപ്പോൾ 5 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ഫ്രൈ ആക്കി എടുക്കുക, ബാക്കി 2 എണ്ണം അടവെക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ചിക്കനയുടെ മസാല തേച്ച് പിടിപ്പിച്ചാൽ നല്ലപോലെ മസാല പിടിച്ചോളും. ആ സമയം കൊണ്ട് തന്നെ ഉള്ളിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ആദ്യം തന്നെ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഉള്ളി ഫ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. 3 നമ്മൾ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഒന്നും പൊരിച്ചെടുക്കുന്നില്ല, ഒന്നിച്ച് തന്നെ ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തീൻ്റെ അടുത്തുനിന്ന് പോകരുത്. എന്താ വെച്ചാൽ നമ്മൾ 3 ഉള്ളി ഒരുമിച്ച് ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗം മാത്രം കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇളക്കിയും കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് വെച്ചിട്ട് വേറെ എടി പോവാണ്ടിരിക്കുക. ഉള്ളിയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വറുത്ത് കോര കേട്ടോ. നമ്മൾ അധികം കരിഞ്ഞ് മുരിയാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിന് ആ ഒരു എണ്ണയിൽ നിന്ന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആ ഓയിലിൽ നിന്ന് ഫുള്ള് കോരി മാറ്റണം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഇതിൽ നമ്മളത് വെക്കുന്നതിനനുസരിച്ച് കളർ അങ്ങോട്ട് ചേഞ്ച് ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കുന്നതിൻ്റെ മുന്നേ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഓയിൽ നമ്മൾ വേറെ ഒഴിക്കുകയൊന്നും വേണ്ട, നമ്മൾ ഉള്ളി ഫ്രൈ ആക്കാൻ വെച്ചാൽ ആ ഒരു ഓയിൽ തന്നെ മതി കേട്ടോ. അത്യാവശ്യം അത് തന്നെ ഉണ്ടാവും. ചിക്കൻ ഞാൻ 2 വട്ടമായിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തത്. ആദ്യം നമ്മൾ ഒന്നിച്ചിടുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല, അതുകൊണ്ട് തന്നെ 2 വട്ടമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കോരി മാറ്റുക. നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കുക. ഇത് ചിക്കൻ പൊരിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ട് ഉള്ളു വേവാണ്ടായി പോവും. രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ രണ്ടും നല്ലപോലെ ആയിട്ട് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതേ ഓയിലിൽ തന്നെ, നമ്മൾ ഓയിലൊന്നും വേസ്റ്റ് ആക്കുന്നില്ല, ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാലയും റെഡിയാക്കുന്നത്. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുള്ളത്. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കുക കേട്ടോ. ഇനി ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ഒരു 2 ഉള്ളി, ആ ഒരു പൊരിച്ചതിൻ്റെ ബാക്കി ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ആ എണ്ണയിൽ ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് മാത്രം മൂടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതാണ്, നല്ല ഒന്ന് ചതച്ചെടുത്തത് മിക്സിയിൽ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ഫുൾ വെളുത്തുള്ളിയും ഇഞ്ചി ഒരു 2 കഷ്ണവും പച്ചമുളക് ഒരു 6 എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ മിക്സിയിലടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 തക്കാളി, അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ്, അത് 3 എണ്ണം ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോറിനുള്ള പണി നോക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ചാവും കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലും
പിന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അരി എടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, അതുപോലെ ഒരു വലിയ ഉള്ളീൻ്റെ ഒരു കാഭാഗം അതും കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഞാൻ അതിന് എടുത്ത് വെച്ചിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയം നമ്മൾ മസാല ഒന്ന് നോക്കണം, ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ചോറിൻ്റെ പണിയിലേക്ക് തന്നെ പോവാം കേട്ടോ. എന്താ വെച്ചാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കളറ് മാറുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനൊരു 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് നമ്മൾ വെള്ളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിത്തിരി മുന്നിട്ട് നിൽക്കണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പം വെള്ളം അവിടെ തിളക്കട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് മസാല റെഡിയാക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വഴറ്റിയെടുക്കണം. നല്ലപോലെ ആ ഒരു കയ്യിലോണ്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. പൊടികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട അത്ര പൊടികളൊന്നും ഇടൂലാലോന്ന്. നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ കല്യാണ ബിരിയാണിയിലൊക്കെ കാണൂലേ, ഇങ്ങനത്തെ പൊടികളൊക്കെ ചേർക്കും കേട്ടോ. എന്നിട്ട് ആ പൊടികളെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര്, ഞാനൊരു 4 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ ഉള്ളി, ആ ഒരു ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിയിൽ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളെങ്കിൽ അതിലൊരു ഭാഗം മാത്രമേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ആക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ 2-3 മിനിറ്റ് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇത്തിരി വെള്ളം, ഒരു 3 ടീസ്പൂണൊക്കെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കുക. ഒരു 2-3 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ചിക്കനിലേക്ക് മസാലകളൊക്കെ പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു 3 മിനിറ്റോളം നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് വേഗം ഓഫ് ആക്കുകയും ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നല്ല തിള വന്നാൽ മാത്രം നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് നേരെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ തിള വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി അടക്കിടന്ന് വേവട്ടെ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുക്കല്ലേ, ആ ഒരു പരിപാടി വേണ്ട. ഒരു 2-3 വട്ടം മാത്രം ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ആ ഒരു ചോറൊക്കെ പൊങ്ങി വരുമ്പോൾ ഒരു വട്ടം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. രണ്ടാമതും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കാം. നമ്മൾ അധികം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേ അരി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെക്കാം. ഈ ഒരു ഇളക്കൽ മാത്രം മതി. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചോറൊരു 95% ആയിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ദമ്മിട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ വെന്തിക്കൊന്നുമില്ല, ഒരു 95% വെന്തിയുണ്ട്. ഇനി നമുക്ക് ആ കുറച്ച് ചോറ് അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിലുള്ള കുറച്ച് ചോറ് അതിൽ വെക്കുന്നുമുണ്ട്. ഇനി നമുക്ക് നമ്മൾ മസാല നേരെ അതിൻ്റെ മേലേക്ക് തട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും അടിയിലാണ് ദമ്മിടുക, പക്ഷെ നമ്മളില്ലേ വയനാട്ടുകാർ ചോറും മസാലയും കൂടി മിക്സ് ആക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ നടുക്കാട്ടോ നമ്മൾ ദമ്മിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ മസാല നടുക്കിട്ടതിന് ശേഷം ചോറ് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആ ചോറാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ RKG ആണ് ഉപയോഗിക്കുന്നത് നെയ്യിന് പകരം. ഇത് നെയ്യ് തന്നെയാണ്, പക്ഷേ RKG ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചോറിന്. നിങ്ങൾ കാണല്ലേ ഈ വെപ്പക്കാരൊക്കെ RKG ഉപയോഗിക്കില്ല. പിന്നെ കുറച്ച് ഗരം മസാല മേലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഒരു ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ദമ്മിട്ട് വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ദം പൊട്ടിക്കുക, എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ. പിന്നല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ഈ ഒരു എല്ലാ റെസിപ്പി പറഞ്ഞിട്ട് പോകണമെന്നൊന്നും പറഞ്ഞാൽ നടക്കൂല.
കല്യാണം കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് അങ്ങ് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പഠിച്ചെടുക്കാം. ആദ്യം തന്നെ ചോറ് വെക്കാൻ പഠിക്കണം, കറി വെക്കാൻ പഠിക്കണം എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ കിച്ചണിൽ ഇതുവരെ നമ്മൾ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ കിച്ചണിൽ കയറി തുടങ്ങുക, മര്യാദക്ക് കയറി തുടങ്ങുക കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം അങ്ങനെയാണ് ഓരോന്ന് പഠിച്ചെടുക്കലും. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ആവശ്യമില്ല എൻ്റർടൈൻമെൻറ്റ്.